ഹായ് നമസ്കാരം. ഇന്ന് മുതൽ നമ്മുടെ ഓണസദ്യ സീരീസ് തുടങ്ങിയാണ്. ഇന്ന് നിങ്ങൾക്കായി ഞാൻ തയ്യാറാക്കുന്ന ഒന്നാമത്തെ വിഭവം കുമ്പളങ്ങ പച്ചടിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ പച്ചടി റെസിപ്പിയാണിത്. പാചകം ഒട്ടും അറിയാത്തവർക്ക് പോലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഈ വലുപ്പത്തിലുള്ള കുമ്പളങ്ങ കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ തൊലി കളഞ്ഞ് കഴുകിയെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്ത കഷ്ണങ്ങളിലേക്ക് 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കാം. കുമ്പളങ്ങ കഷ്ണങ്ങൾ വേവുന്ന സമയം കൊണ്ട് ഇതിനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ആദ്യം തന്നെ അരമുറി ചിരകിയ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 3 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചിയും ഏകദേശം 250 ml തൈരും ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഇതിന്റെ പകുതി മതിയാകും. ഇതിലേക്ക് ഇനി 1/4 ഗ്ലാസ് വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. തേങ്ങ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. കടുക് ആദ്യമേ തേങ്ങയുടെ കൂടെ ചേർത്ത് അരച്ചെടുത്താൽ കറിക്ക് കയ്പ്പ് രസം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തേങ്ങ നന്നായി അരച്ചെടുത്ത ശേഷം മാത്രം കടുക് ചേർക്കണം. കുമ്പളങ്ങ കഷ്ണങ്ങൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കിയെടുത്ത് അടച്ചു വെച്ച ശേഷം തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ചൂടൊക്കെ പോയി നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി 1/4 ടീസ്പൂണ് ഉപ്പും ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി കടുക് താളിക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ 2 വറ്റൽമുളക് നടുവേ കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കടുക് മുഴുവനായിട്ടും പൊട്ടിക്കഴിഞ്ഞാൽ ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. രുചികരമായ നമ്മുടെ കുമ്പളങ്ങ പച്ചടി റെഡിയായി കഴിഞ്ഞു. സദ്യയിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കറിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണേ. ഇനി ഓണം സദ്യ സീരീസിലെ ഏത് കറിയുടെ റെസിപ്പിയാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.